നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഫാസ്റ്റ് ന്യൂസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. നെയ്യാറ്റിൻകര അതിയന്നൂരിൽ വിവാദ സമാധിയിടം പൊളിക്കാനുള്ള ശ്രമത്തിനിടെ സംഘർഷം. സമാധി പൊളിക്കുന്നതിനിടെ ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും രംഗത്തെത്തി. ഭാര്യയെയും മക്കളെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി അരുൺ മോഹൻ ചേരുകയാണ്. അരുൺ, ഈ സംഘർഷാവസ്ഥയിലേക്ക് നയിച്ച കാരണം എന്താണ്? ഹരി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ പറയുന്ന വാദം, ഈ പൊളിക്കുന്ന സംബന്ധിച്ചിട്ടുള്ള കാര്യം, സമാധി പൊളിച്ച് പരിശോധന നടത്തുന്നതിനെ ചൊല്ലിയുള്ള ഒരു വിവരവും തന്നെയും ബന്ധപ്പെട്ടവർ തങ്ങളോട് പറഞ്ഞില്ല. തങ്ങളുടെ അച്ഛനോടുള്ള അനീതിയാണ് കാണിക്കുന്നത്. ഇതിന് നടപടി വേണം, രണ്ട് ഭാഗങ്ങൾ കേൾക്കണം. കാരണം പരാതിക്കാർ ആരെന്ന് പോലും നമുക്ക് വ്യക്തമല്ല എന്ന് പറഞ്ഞ വാദങ്ങൾ ഉന്നയിച്ചായിരുന്നു ഈ ഗോവൻ സ്വാമിയുടെ കുടുംബം രംഗത്തെത്തിയത്. എന്നാലും പോലീസ് ഇതൊന്നും മുഖവിലക്കെടുക്കാതെ നടപടിക്രമങ്ങൾക്കായി മുന്നോട്ട് പോയി. RDO ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ നിൽക്കുന്നത്. ഫോറൻസിക് രംഗം വിദഗ്ധർ എല്ലാവരും സ്ഥലത്തുണ്ട്. പക്ഷെ നടപടിക്കായി മുന്നോട്ട് പോകുമ്പോഴായിരുന്നു കുറച്ച് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഗോവൻ സ്വാമിയുടെ ഭാര്യ സുലോചനയും മക്കളും രംഗത്തെത്തുകയായിരുന്നു. സമാധിയുടെ മുന്നിൽ ഇരുന്നായിരുന്നു പ്രതിഷേധം. ഇത് ഏറെ നേരത്തെ നാടകീയ രംഗങ്ങൾക്ക് വഴിതെളിച്ചു. തുടർന്ന് പോലീസ് വളരെ ശ്രമകരമായി ബലപ്പെടുത്തിയായിരുന്നു, അല്ലെങ്കിൽ അറസ്റ്റ് വരുത്തിയായിരുന്നു ഇവരെ വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റി. ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ വീട്ടിൽ ഇവരെ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുകയാണ്, അമ്മയെയും മക്കളെയും മരുമകളെയും. എന്തായാലും അതേസമയം പ്രതിഷേധവുമായി ഒരു വിഭാഗം ആൾക്കാർ രംഗത്തുണ്ട്. ഹൈന്ദവ സംഘടനയിലെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം ഇത് ഒരു അറിയിപ്പും കൊടുക്കാതെ വന്നു എന്നുള്ളതാണ്. അതേസമയം മറ്റു നാട്ടുകാരടങ്ങുന്ന ഒരു വിഭാഗം ആൾക്കാർ തങ്ങൾക്ക് ഇതിന്റെ നിജസ്ഥിതി അറിയണമെന്ന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ ആൾക്കാർ പുറത്ത് പോലീസിന്റെ സംരക്ഷണയിലാണെങ്കിലും അവർ പുറത്ത് ഈ കോമ്പൗണ്ടിന് പുറത്ത് അവരും നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നെയ്യാറ്റിൻകര DYSPയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം ഇവിടെ വിന്യസിപ്പിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നു. അസാധാരണമായ ഒരു നടപടിക്രമം തന്നെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഇത് കാണാൻ നൂറുകണക്കിന് ആൾക്കാരും എത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ഉള്ളത്. ഹരി, അരുൺ, നിലവിലും സംഘർഷം തുടരുകയാണോ? എന്താണ് സാഹചര്യങ്ങൾ? ഇന്ന് കളക്ടറുടെ ഉത്തരവും വന്നിട്ടുണ്ടല്ലോ, തുറന്ന് പരിശോധിക്കുമെന്നത് സംബന്ധിച്ച്. ആ നടപടിക്രമവുമായി മുന്നോട്ട് പോകാൻ ഉടനെ തന്നെ ഉണ്ടാവുമോ? തീർച്ചയായും നടപടിക്രമമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസ് നിൽക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്കകം ഏതാനും നിമിഷങ്ങൾക്കകം ഒരുപക്ഷെ കല്ലറ പൊളിച്ചിരിക്കാം. അതിനുള്ള നടപടിയായി പോകുന്നു. അതിന്റെ മുന്നോടിയായി തന്നെയാണ് സമരവുമായി എത്തിയ ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ ബന്ധുക്കളെ മാറ്റിയത്. അവരിപ്പോൾ വീട്ടിലാണുള്ളത്. എന്തായാലും നടപടിക്രമവുമായി ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നു. പോലീസ് സംഘവും ഒപ്പം വിദഗ്ധരും, ഫോറൻസിക് വിദഗ്ധരും എല്ലാവരും സ്ഥലത്തെത്തി സമാധി പൊളിക്കാനുള്ള നടപടിയിലേക്ക് തന്നെ പോകുന്നെന്ന് നമുക്ക് പറയാം. ഹരി, ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളുടെ വാക്കുകൾ എന്താണ്? പോലീസുമായുള്ള സംഘർഷത്തിനിടയിൽ അവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വാദം ഇത് തന്നെയാണ്. അവർ ഉന്നയിക്കുന്ന വാദം, ഈ പറയുന്ന ആൾക്കാരുടെ വാദം എന്ന് പറയുന്നത് ഒരു രണ്ട് പക്ഷമാണ് നമുക്കിവിടെ ഉള്ളത്. ഒന്ന്, കല്ലറ പൊളിച്ച് ഇതിനകത്ത് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് സമാധി എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ് സംഭവിച്ചത്, അതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന് തങ്ങൾക്കറിയണോ എന്നുള്ള വാദവുമായി ഈ പറയുന്ന ഒരു വിഭാഗം രംഗത്തെത്തിക്കുന്നു. അതാണ് കൂടി നിൽക്കുന്ന ഒരു പക്ഷം. അതേസമയം മറ്റൊരു പക്ഷം പറയുന്നത് ഇത് ഞങ്ങളോടൊന്നും ചോദിക്കാതെ ഒരു ഏകപക്ഷീയമായ ചില താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ നടപടിക്രമമാണ് ഇതിന്റെ പിന്നിൽ. അത് തീർച്ചയായും അത് ചോദ്യം ചെയ്യപ്പെടും. ഒരുപക്ഷെ അത് നമ്മൾ നിയമ പോരാട്ടത്തിൽ ഉൾപ്പെടെ നമ്മൾ പോകാൻ തയ്യാറാണ്. കാരണം ഇത് സമാധി ഇരുന്നതാണ്. സമാധി ഇരുന്നിടം ഇങ്ങനെ ഒരു കാരണവുമില്ലാതെ, അല്ലെങ്കിൽ ഒരു വ്യക്തമായ ഒരു പരാതി ഇല്ലാതെ, അല്ലെങ്കിൽ വ്യക്തമായ ഒന്നുമില്ലാതെ തന്നെ, അല്ലെങ്കിൽ ഞങ്ങളോട് പോലും അതിനോട് ചോദിക്കാതെ ഒരു നടപടി നടത്തുന്ന പോലീസ് നടപടി അതൊട്ടും സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിലും ഒരു കൂട്ടം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെയുള്ള മറ്റൊരു വിഭാഗം. ഒപ്പം കാഴ്ചക്കാരായും ധാരാളം പേരുണ്ട്. അവർക്ക് നിഷ്പക്ഷമായി കാര്യങ്ങൾ എന്തറിയണമെന്നുള്ള നിലപാടിലാണ് ഹരി ഇവിടെ ഇപ്പോൾ ഉള്ളത്. സമാധി കല്ലറ പൊളിക്കാനുള്ള ശ്രമങ്ങൾ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഭാര്യയും മക്കളും രംഗത്തെത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളാണ് അരുൺ മോഹൻ നൽകിയത്.